പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത സപ്തഷഷ്ടിതമോऽധ്യായ. രാജോവാച ഭൂയോഹം ശ്രോതുമിച്ഛാമി രാമസ്യാദ്ഭുതകർമ്മണ അനന്തസ്യ പ്രമേയസ്യ യദന്യത്കൃതവാൻ പ്രഭു. ശ്രീശുക ഉവാച നരകസ്യ സഖാ കശ്ചിത് ദിവിതോ നാമ വാനര സുഗ്രീവസജീവസോധ പ്രാതാമൈന്ദസ്യ വീര്യവാൻ. സഖ്യുസ്യോപചിതിം കുറുവൻ വാനരോ രാഷ്ട്രവിപ്ലവം പുരഗ്രാമാകരാൻ ഘോഷാനദഹത് വക്നിമുത്സൃജൻ. ക്വചിത് സശൈലാനുത്പാട്യ തൈർദേശാൻ സമചൂർണയത് ആനർത്താൻ സുതരാമേവ യത്രാസ്തേ മിത്രഃ ഹരി. ക്വചിത് സമുദ്രമധ്യസ്ഥോ ദൗർഭ്യാമുക്ഷിപ്യ തജ്ജലം ദേശാന്നാഗായുധപ്രാണോ വേലാകൂലാനമജ്ജയത്. ആശ്രമാനുഷിമുഖ്യാനം കൃത്വാ ഭഗ്നവനസ്പതിൻ അദൂഷയത് ശക്രമൂത്രൈരഗ്നീൻ വൈതാനികാൻ ഖലാ. പുരുഷാൻ യോഷിതോ ദൃപ്ത ശ്മാഭൃദ്രോണീഗുഹാസു സ നിക്ഷിപ്യ ചാപ്യഥാ ചൈലൈ പേശസ്കാരീവ കീടകം. ഏവം ദേശാൻ വിപ്രകുർവൻ ദൂഷയൻശ്ച കുലസ്ത്രിയ ശ്രുത്വാ സുലളിതം ഗീതം ഗിരിം രൈവതകം യയൗ. തത്രാപശ്യദ്യതുപതിം രാമം പുഷ്കരമാലിനം സുദർശനീയ സർവാംഗം ലലനായൂധമധ്യകം. ഗായന്തം വാരുണിം പീത്വാ മദവിഹ്വലലോചനം വിഭ്രാജമാനം വപുഷാ പ്രഭിന്നമിവ വാരണം. ദുഷ്ടശാഖാമൃഗ ശാഖാമാരൂഢകമ്പയൻ ദ്രുമാൻ ചക്രേ കില കിലാ ശബ്ദ ആത്മാനം സംപ്രദർശയൻ. തസ്യ ദാഷ്ട്യം കപേർവ്രീക്ഷ്യ തരുണ്യോ ജാതിചാബല ഹാസ്യപ്രിയാ വിജഗസുർബലദേവ പരിഗ്രഹ. താഹേളയാമാസ കപിർഭ്രൂക്ഷേപൈ സമ്മുഖാദിഭി ദർശയൻ സ്വഗുദം താസാം രാമസ്യ ച നിരീക്ഷത. തം ദ്രാവ്ണാ പ്രാഹരത് ക്രുദ്ധോ ബലപ്രഹരതാം വരാ സവഞ്ചയിത്വാ ഗ്രാവാണം മതിരാകലശം കവി. ഗൃഹീത്വാ ഹേളയാമാസ ദുർദസ്തം കോപയൻ ഹസൻ നിർഭിദ്യ കലശം ദുഷ്ടോ വാസാംസ്യാസ്വാലയത് ബലം. കദർത്തീകൃത്യ ബലവാൻ വിപ്രചക്രേ മദോദ്ധത തം തസ്യാ വിനയം ദൃഷ്ട്വാ ദേശാംശ്ച തതുപദ്രുതാൻ. ക്രുദ്ധോ മുസലമാദത്ത ഹലം ചാരിജിഗാംസയാ ദ്വിവിധോऽപി മഹാവീര്യ സാലമുദ്യമ്യ പാണിന. അഭേദ്യ തരസാ തേന ബലം മൂർധന്യതാടയത് തം തു സംഘർഷണോ മൂർധനി വദന്തമജലോ യഥാ. പ്രതിജഗ്രാഹ ബലവാൻ സുനന്ദേനാഹനച്ചതം മുസലാഹതമസ്തിഷ്കോ വിരേജേ രക്തധാരയാ. ഇറിയഥാ ഗൈരികയാ പ്രകാരം നാനുചിന്തയൻ പുനരന്യം സംക്ഷിപ്യ കൃത്വാ നിഷ്പത്രമോജസാ. തേനാഹനത്സു സംകൃത്തസ്തം ബല ശതദാചിനത് തതോന്യേന രുഷാ ജഗ്നേ തം ചാപി ശതദാചിനത്. ഏവം യുധ്യൻ ഭഗവതാ ഭഗ്നേ ഭഗ്നേ പുനഃ പുനഃ ആകൃഷ്യ സർവതോ വൃക്ഷാൻ നിർവൃക്ഷമകരോദ്വനം. തതോ അമുഞ്ചത് ശിലാവർഷം ബലസ്യോപര്യമർഷിത തത്സർവം ചൂർണയാമാസ ലീലയാ മുസലായുധ. സബാഹുതാലസങ്കാശോ മുഷ്ടീകൃത്യ കപീശ്വര ആസാദ്യ രോഹിണീപുത്രം താഭ്യം വക്ഷസ്യ അരൂരുജത്. യാദവേന്ദ്രോപി തം ദൗർഭ്യം ത്യക്ത്വാ മുസലലാംഗലേ ജത്രാവഭ്യർദയത് ക്രുദ്ധ സോപദദ്രുതിരം വമൻ. ചകമ്പേ തേന പതത സടങ്ക സവനസ്പതി പർവത കുലശാർദൂല വായുനാനൗരിവംബസി. ജയശബ്ദോ നമശബ്ദ സാധു സ്വാതിരി ചാംബരേ
സുരസിദ്ധമുനീന്ദ്രാണാമാസിത് കുസുമവർഷിണം ഏവം നിഹത്യതിവിധം ജഗദ്വ്യതികരാവഹം സംസ്തൂയമാനോ ഭഗവാൻ ജനേ സ്വപുരമാവിശത്. ശ്രീഹരയേ നമ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിവിധവധോ നാമ സപ്തഷഷ്ടിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം 67-ാമത്തെ അധ്യായം. ദ്വിവിധനെ ബലരാമൻ വധിച്ച കഥയാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. പരീക്ഷിച്ച് ചോദിച്ചു, ശേഷാംശജാതനും അത്ഭുത കർമ്മത്തോടുകൂടിയവനായ ബലരാമന്റെ മറ്റു ചരിതങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശിശുവൻ പറഞ്ഞു, നരകാസുരന്റെ മിത്രമായി ദ്വിവിധൻ എന്നൊരു കവിവീരനുണ്ടായിരുന്നു. അവൻ സുഗ്രീവന്റെ മന്ത്രിയും മൈന്ദന്റെ സഹോദരനുമായിരുന്നു. സ്വമിത്രമായ നരകനെ കൃഷ്ണൻ വധിച്ചതറിഞ്ഞ അവൻ അതിയായ ദുഃഖവും കോപവും ഉണ്ടായി. കൃഷ്ണനോടുള്ള വൈരാഗ്യം കൊണ്ട് അവൻ പുരം, ഗ്രാമം തുടങ്ങിയവയൊക്കെ അഗ്നിക്കിരയാക്കുവാൻ തുടങ്ങി. ചിലപ്പോൾ അവൻ പർവ്വതങ്ങളെ പിഴുതെറിഞ്ഞ് പൊടിയാക്കി, വേറെ ചിലപ്പോൾ കടലിൽ ചെന്ന് കൈകൾ കൊണ്ട് ജലം തടുത്തുപൊക്കി തീരദേശങ്ങളെ മുക്കിക്കളഞ്ഞു. ആശ്രമങ്ങളിലെ വൃക്ഷങ്ങളെ നശിപ്പിക്കുകയും ഹോമകുണ്ടത്തെ മൂത്രം, മലം മുതലായവ കൊണ്ട് ദുഷിപ്പിക്കുകയും ചെയ്തു. ചിലപ്പോൾ അവൻ ജനങ്ങളെ പിടിച്ച് പർവ്വത ഗുഹകളിൽ കൊണ്ടുപോയി ഗുഹാമുഖം കൂറ്റൻ പാറ കൊണ്ട് അടച്ചിട്ടു. കുലവധുക്കളെ ദ്രോഹിച്ചും അവൻ സ്വൈരസഞ്ചാരം നടത്തി. ഒരു നാൾ അവൻ രൈവത പർവ്വതത്തിൽ നിന്ന് അതിമനോഹരമായ ഒരു പാട്ട് കേട്ടു. അതിൻ്റെ ഉറവിടം അന്വേഷിച്ചു പോയ ദ്വിവിധൻ ഗോപസ്ത്രീകളുടെ മധ്യത്തിൽ വിഹരിച്ചിരിക്കുന്നവനും അതിസുന്ദരനും വാരുണീ സേവ കൊണ്ട് വട്ടം കറങ്ങുന്ന നയനങ്ങളോടുകൂടിയവനും താമരപ്പൂമാലയണിഞ്ഞ് ഗജത്തെപ്പോലെ തോന്നിക്കുന്നവനുമായ ബലരാമനെ കണ്ടു. ദുഷ്ടനായ ദ്വിവിധൻ ബലരാമന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനായി സമീപത്തുള്ള മരത്തിൽ കയറി അതിനെ കുലുക്കിക്കൊണ്ട് ഉറക്കെ ശബ്ദമുണ്ടാക്കി. ജന്മനാ തന്നെ ചാബല്യമുള്ളവരും ഹാസ്യപ്രിയരുമായ ഗോപികമാർ ദ്വിവിധന്റെ ചേഷ്ടകൾ കണ്ട് ഉറക്കെ ചിരിച്ചു. ദ്വിവിധൻ പള്ളിയളിച്ചും പുരികം കോട്ടിയും ബലരാമനെ അധിക്ഷേപിച്ചു. ഗോപസ്ത്രീകൾക്ക് സ്വബുധം കാണിച്ച അദ്ദേഹത്തെ അവഹേളിച്ചു. ഇതുകണ്ട് കുപിതനായ ബലരാമൻ കല്ലുപെറുക്കി അവനെ എറിഞ്ഞു. ദ്വിവിധനാകട്ടെ അതിൽ നിന്നെല്ലാം സമർത്ഥമായി ഒഴിഞ്ഞുമാറുകയും മദ്യകുംഭത്തെ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. ബലരാമനെ കോപിപ്പിക്കുന്നതിനായി അവൻ ആ കുടത്തെ എറിഞ്ഞുടച്ചു. പിന്നെ ബലരാമന്റെ ഉടുവസ്ത്രങ്ങൾ വലിച്ചെടുത്തുകൊണ്ടുപോയി. ഇതുകണ്ട് കുപിതനായ ബലരാമൻ അവനെ വധിക്കുന്നതിനായി തൻ്റെ ഹലായുധവും മുസ്ലവും കയ്യിലെടുത്തു. അപ്പോൾ ദ്വിവിധൻ മാമല പോലുള്ള ഒരു വൻമരം പിഴുതെടുത്ത് ബലരാമന് തലക്കടിച്ചു. ബലരാമനാകട്ടെ അതിനെ തൻ്റെ സുനന്ദമെന്ന ഉലക്ക കൊണ്ട് നിഷ്പ്രയാസം തടുത്തു. തുടർന്ന് അതുകൊണ്ട് തന്നെ അവൻ്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ ശിരസ് ചെഞ്ചായമൊഴുകുന്ന പർവ്വതമെന്ന പോലെ ശോഭിച്ചു. എന്നിട്ടും യാതൊരു കുശലവുമില്ലാതെ അവൻ വേറൊരു വൻമരം മുഴക്കിയെടുത്ത് ബലരാമൻ്റെ നേരെ പ്രയോഗിച്ചു. അതും ബലരാമൻ തൻ്റെ ഉലക്ക കൊണ്ട് നുറുക്കിയെറിഞ്ഞു. വീണ്ടും വീണ്ടും അവൻ മരങ്ങൾ പിഴുതെടുത്ത് ബലരാമൻ്റെ നേരെ പ്രയോഗിച്ചു. ബലരാമൻ അവയെല്ലാം നിഷ്പ്രയാസം തടുക്കുകയും പൊടിയാക്കുകയും ചെയ്തു. വനത്തിലുള്ള മരങ്ങളെല്ലാം തീർന്നപ്പോൾ അവൻ പാറകൾ പുഴക്കിയെറിയുവാൻ തുടങ്ങി. അവയെല്ലാം ഹലായുധൻ പൊടിയാക്കിയിട്ടു. അപ്പോൾ ദ്വിവിധൻ പന പോലെ നിയന്ത്രിക്കുന്ന തൻ്റെ കരങ്ങൾ ചുരുട്ടി ബലരാമൻ്റെ വക്ഷപ്രദേശത്ത് ആഞ്ഞിരിച്ചു. കുപിതനായ ബലരാമൻ തൻ്റെ മുസലവും ഹലായുധവും നിലത്തിട്ട് കൈകൾ ചുരുട്ടി അവൻ്റെ പുറത്ത് ആഞ്ഞിരിച്ചു. അങ്ങനെ അവൻ ചോര ഛർദ്ദിച്ച ഭൂമിയിൽ മരിച്ചു വീണു. പുഴയിലെ തോണി കാറ്റേറ്റു ഇളകുന്നതുപോലെ ദ്വിവിധൻ നിലംപതിച്ചപ്പോൾ ഭൂമിയിലെ വൃക്ഷങ്ങളും പർവ്വതങ്ങളുമൊക്കെ ഇളകിമറിയാൻ തുടങ്ങി. ദുഷ്ടനായ ദ്വിവിധനെ ബലരാമൻ വധിച്ചതുകൊണ്ട് ദേവന്മാരും ഋഷിമാരും സിദ്ധരുമെല്ലാം അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി. ലോകോപദ്രവിയായ ദ്വിവിധനെ കൊന്ന് പൗരജനങ്ങളാൽ സ്തുതിക്കപ്പെട്ടവനായി ബലരാമൻ സ്വപുരിയെ പ്രാപിച്ചു. ഇതോടുകൂടി ഈ 67-ാമത്തെ അധ്യായം അവസാനിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.